മണ്ഡലം രൂപീകൃതമായ ശേഷം നടക്കുന്ന മൂന്നാമത്തെ ഉപതെരഞ്ഞെടുപ്പിനാണ് നിലമ്പൂർ സാക്ഷ്യം വഹിക്കുന്നത്. 29 വർഷത്തിന് ശേഷം LDFന് മണ്ഡലം തിരിച്ചുപിടിച്ച് നൽകിയ PV അൻവർ കളം മാറി രാജിവെച്ചതോടെയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത്. CPIM MLA ആയിരുന്ന K കുഞ്ഞാലി വെടിയേറ്റ് കൊല്ലപ്പെട്ട ശേഷം ഉപതെരഞ്ഞെടുപ്പ് നടന്നതും ആര്യാടൻ മുഹമ്മദും TK ഹംസയും ഉൾപ്പെടെയുള്ള നേതാക്കൾ വ്യത്യസ്ത മുന്നണി സംവിധാനത്തിൽ മാറ്റുരച്ച ചരിത്രവുമെല്ലാം നിലമ്പൂരിന് മാത്രം സ്വന്തം. സിറ്റിംഗ് MLA വെടിയേറ്റു മരിച്ച അപൂർവ ചരിത്രമുള്ള നിയമസഭാ മണ്ഡലമാണ് നിലമ്പൂർ. 1969 K കുഞ്ഞാലി കൊല്ലപ്പെട്ടതിനെ തുടർന്നായിരുന്നു മണ്ഡലത്തിലെ ആദ്യ ഉപതെരഞ്ഞെടുപ്പ്. മലപ്പുറം ജില്ല നിലവിൽ വരുന്നതിന് മുൻപേയുള്ള മണ്ഡലമാണ് നിലമ്പൂർ. 1965 മഞ്ചേരി മണ്ഡലം വിഭജിച്ചാണ് നിലമ്പൂർ മണ്ഡലം രൂപീകരിച്ചത്. CPIMലെ K കുഞ്ഞാലിയായിരുന്നു ആദ്യ MLA. 1967 കുഞ്ഞാലി വിജയം ആവർത്തിച്ചു. 2 തവണയും തോൽപ്പിച്ചത് ആര്യാടൻ മുഹമ്മദിനെ. കുഞ്ഞാലി വെടിയേറ്റ് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് 1970 ആദ്യ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. കോൺഗ്രസിന്റെ MP ഗംഗാധരൻ CPIMലെ VP അബൂബക്കറിനെ അട്ടിമറിച്ച് മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ കന്നി വിജയം സ്വന്തമാക്കി. 1977 ആര്യാടൻ ആദ്യമായി നിലമ്പൂരിൽ നിന്ന് നിയമസഭയിലെത്തുന്നത്. 1980 രണ്ടാമത്തെ ഉപതെരഞ്ഞെടുപ്പ്. തിരഞ്ഞെടുക്കപ്പെട്ട് 10 ദിവസത്തിനകം C ഹരിദാസ് ആര്യാടൻ മുഹമ്മദിന് വേണ്ടി MLA സ്ഥാനം രാജിവെച്ചു. കോൺഗ്രസ് U നേതാവായിരുന്ന C ഹരിദാസ് തോൽപ്പിച്ചത് കോൺഗ്രസ് I നേതാവായിരുന്ന ഇന്നത്തെ CPIM നേതാവ് TK ഹംസയെ. 1980 ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായ കോൺഗ്രസ് U ടിക്കറ്റിലാണ് ആര്യാടൻ മുഹമ്മദ് കോൺഗ്രസ് Iലെ MR ചന്ദ്രനെ തോൽപ്പിച്ചത്. 1982 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോഴേക്കും രാഷ്ട്രീയ രംഗം കീഴ്മേൽ മറിഞ്ഞ് TK ഹംസ ഇടതു സ്വതന്ത്രനായും ആര്യാടൻ മുഹമ്മദ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായും പോരാട്ടത്തിനിറങ്ങി. കടുത്ത പോരാട്ടത്തിൽ TK ഹംസ ആര്യാടനെ തോൽപ്പിച്ച് അട്ടിമറി വിജയം നേടി നിയമസഭയിലെത്തി. 1987 ദേവദാസ് പൊറ്റക്കാടിനെ തോൽപ്പിച്ച് നിയമസഭയിലെത്തിയ ആര്യാടന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 2016 വരെ വിജയം തുടർന്ന ആര്യാടൻ 2016 മത്സരരംഗത്ത് നിന്നും മാറി മകൻ ഷൗക്കത്തിനെ രംഗത്തിറക്കി. പഴയ കോൺഗ്രസുകാരൻ PV അൻവറിനെ സ്വതന്ത്രനായി മത്സരിപ്പിച്ച LDF 29 വർഷത്തിനു ശേഷം സീറ്റ് തിരിച്ചുപിടിച്ചു. 2021 വിജയം ആവർത്തിച്ചപ്പോൾ നിലമ്പൂരിൽ തകർന്നത് കോൺഗ്രസിന്റെ കുത്തകയാണ്. പക്ഷേ ആ അൻവർ ഇത്തവണ LDFന്റെ മുഖ്യ ശത്രുവുമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ അതിരൂക്ഷമായി വിമർശിച്ച് നിലമ്പൂരിൽ രാഷ്ട്രീയ പോരിനിറങ്ങുന്ന PV അൻവർ MLA സ്ഥാനം രാജിവെച്ച് ഒഴിവ് നികത്താനുള്ള ഉപതെരഞ്ഞെടുപ്പിനാണ് നിലമ്പൂരിൽ കളമൊരുങ്ങുന്നത്. മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകൾ UDFന്റെയും 2 പഞ്ചായത്തുകളും നഗരസഭയും LDFന്റെയും കൈവശമാണ്. നിലമ്പൂർ നഗരസഭയിൽ അക്കൗണ്ട് തുറക്കാനായത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ശ്രദ്ധേയ നേട്ടമായിരുന്നു. വനനിയമ ഭേദഗതി, കാർഷിക പ്രശ്നങ്ങൾ എന്നിവ UDFും BJPയും മണ്ഡലത്തിൽ ചർച്ചയാക്കും. നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാത എന്ന സ്വപ്ന പദ്ധതിയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമാകാനാണ് സാധ്യത. നിലമ്പൂർ ബൈപ്പാസിന് തുക അനുവദിച്ചതും മറ്റ് വികസന വിഷയങ്ങളും LDFും ചർച്ചയാക്കും. അതുകൊണ്ട് തന്നെ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നത് കോൺഗ്രസിനും നിലനിർത്തുക എന്നത് CPMനും അഭിമാന വിഷയം കൂടിയാണ്. AV ഷംസുദ്ദീനൊപ്പം ശാന്തകുമാർ വെള്ളാലത്ത്, ന്യൂസ് മലയാളം, മലപ്പുറം.